കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന നമ്മുടെ 5ാമത്തെ ചാപ്റ്ററിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ ആദ്യമായിട്ട് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കണ്ടിന്യൂറ്റിയാണ്. എന്താണ് കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഏകദേശം ആ വാക്കിൻ്റെ ലിറ്റററി മീനിങ് ഒന്ന് ഓർത്ത് വെക്കുക. എന്താണ് കണ്ടിന്യൂസ് ക്ലാസ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് പീരീഡ്, ഇതൊക്കെ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് കണ്ടിന്യൂസ് എന്നുള്ള വാക്ക്. അതിൻ്റെ ലിറ്റററി മീനിങ് ഒന്ന് മനസ്സിൽ വെക്കുക. ഏകദേശം ആ മീനിങ്ങുമായിട്ട് ഒത്തുപോകുന്ന ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഈ കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ കണ്ടിന്യൂറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യം നമുക്കൊരു ഫംഗ്ഷൻ വേണം. ആ ഫംഗ്ഷനെയാണ് നമ്മൾ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഫംഗ്ഷനെ f(x) എന്ന് പറയുന്ന ഫംഗ്ഷനെ ഒരു ഡൊമൈനിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഫംഗ്ഷനെ കണ്ടിന്യൂറ്റിയെ പറ്റിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഒരു അബ്സ്ട്രാക്റ്റ് ഐഡിയ ആയതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ സാധാരണ മെട്രിക്സിലും ഡിറ്റർമിനൻസിലും പഠിച്ച രീതിയിലേ അല്ല. നമുക്ക് കുറച്ചൊരു സങ്കല്പങ്ങളൊക്കെ വേണം, കുറച്ചൊരു ഭാവനയൊക്കെ വേണം. എന്നാലും മാത്രമേ നമുക്കിത് ഈ കൺസെപ്റ്റിനെ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എല്ലാവരും. സംശയങ്ങളുള്ളത് ഓരോ ദിവസത്തെ സംശയങ്ങൾ അന്നന്ന് തന്നെ ക്ലിയർ ചെയ്യുക. കണ്ടിന്യൂറ്റി ഓഫ് എ ഫംഗ്ഷൻ, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലാദ്യം നമ്മൾ പറയുന്നത് ഒരു ഫംഗ്ഷൻ എടുക്കുന്നു f(x). അതിൻ്റെ ഡൊമൈനിൽ ഉള്ള ഒരു പോയിന്റിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ, അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പോയിന്റിലുള്ള കണ്ടിന്യൂറ്റിയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഒരു പോയിന്റിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം. അപ്പോൾ ആദ്യം നമുക്കൊരു ഫംഗ്ഷനെ ഒരു പോയിന്റ്, അതിൻ്റെ ഡൊമൈനിലുള്ള ഒരു പോയിന്റ് x=a എന്ന് പറയുന്ന ഒരു പോയിന്റിൽ അത് കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്നുള്ള രീതിയിലൊന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫംഗ്ഷൻ y=f(x) എന്നുള്ള ഫംഗ്ഷൻ ഒരു ഡൊമൈൻ ഡിയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നു വിചാരിക്കുക. ആ ഡൊമൈനിലുള്ളൊരു പോയിൻ്റാണ് x=a എന്ന് വിചാരിക്കുക. ആ പോയിന്റിൽ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അതിലെ ആ ഒരു പോയിന്റിലുള്ള ഫംഗ്ഷൻ്റെ ലിമിറ്റ് ആ ഫംഗ്ഷൻ്റെ വാല്യൂവിനോട് ഈക്വൽ ആയിരിക്കണം. അതായത് ഫംഗ്ഷൻ f(x) ആണെങ്കിൽ ആ f(x)ൻ്റെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു a f(x), അതായത് a എന്ന് പറയുന്ന പോയിന്റിലുള്ള കണ്ടിന്യൂറ്റിയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു a f(x)ൻ്റെ വാല്യൂ f(x) ഈക്വൽ ടു f(a) ആയിരിക്കണം. അതായത് a എന്നുള്ള വാല്യൂ പോയിന്റിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂവിനോട് ആ ലിമിറ്റ് ഈക്വൽ ആവുന്ന കേസിലാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ് x=a എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ അങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അത് ഗ്രാഫിലൂടെയും അതുപോലെ പ്രോബ്ലംസിലൂടെയും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ലിമിറ്റ് എന്നുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു, ലിമിറ്റ് എന്നുള്ള കൺസെപ്റ്റാണ് നമ്മളിവിടെ കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്ക് നോക്കാം ലിമിറ്റ് എങ്ങനെയാണ് ഈ ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നതെന്ന് നോക്കാം. ഈ കൺസെപ്റ്റ് ഞാൻ ഒന്നുകൂടി പറയാം. അതായത് നമ്മളൊരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുന്നു y=f(x) എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ. നമുക്കതിൻ്റെ ഡൊമൈൻ ഉണ്ട്. ആ ഡൊമൈനിലുള്ള ഒരു പോയിന്റ് എടുക്കുന്നു x=a എന്ന് പറയുന്നൊരു പോയിന്റ്. ഈ x=a ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ നമ്മുടെ കണ്ടീഷൻ ഇതാണ്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു a f(x), ഈ വാല്യൂ ഏതിനോട് ഈക്വൽ ആയിരിക്കണം, f(a)യോട് ഈക്വൽ ആയിരിക്കണം. നമുക്കറിയാം ഈ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു a f(x) എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നമ്മൾ +1 ചാപ്റ്റർ 13 പഠിച്ച ലിമിറ്റ്സ് എന്നുള്ള കൺസെപ്റ്റാണ്. ഒരു പോയിന്റിലുള്ള ലിമിറ്റ് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ആ പോയിന്റ് ഒരൊറ്റ ഫംഗ്ഷനായിട്ട് തന്നെ വരുന്നതാണെങ്കിൽ ഒരു പോയിന്റിലുള്ള ലിമിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ അതിൻ്റെ ലിമിറ്റ് ഡയറക്റ്റ് കൊടുത്ത് കണ്ടുപിടിച്ചാൽ മതി. അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു f(x) നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാം. അല്ല എങ്കിൽ അത് സ്പ്ലിറ്റഡ് ആണെങ്കിൽ, a എന്ന് പറയുന്ന പോയിന്റിൽ സ്പ്ലിറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും? ലിമിറ്റ് കാണാൻ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കണം അല്ലേ? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കണം, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കണം. അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമ്മൾ പറയും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയും അല്ലേ? ആ രണ്ട് നമ്പറും ഒരേ നമ്പർ ആണെങ്കിൽ
നമ്മൾ പറയും ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ നമ്പർ എൽ എന്നുള്ള നമ്പർ ആണെങ്കിൽ ആ എൽ ആയിരിക്കും നമ്മുടെ ലിമിറ്റ്. ഇനി ഇവിടെ ഇപ്പോൾ പറയുന്നത് ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്ന ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആകുന്ന നമ്പറിനെയാണ് നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും പിന്നെ ഏതും കൂടി ഈക്വൽ ആവണം കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് ഓഫ് എയും കൂടി ഈക്വൽ ആണ്. അതായത് ഫംഗ്ഷൻ്റെ വാല്യൂ ആ പോയിന്റിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂയും കൂടി ഈക്വൽ ആയാൽ മാത്രമേ ഫംഗ്ഷനെ എന്ത് പറയുള്ളൂ കണ്ടിന്യൂസ് ആണെന്ന് പറയുള്ളൂ. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ, ഒരു ഗ്രാഫിക്കൽ എക്സാമ്പിൾ നോക്കാം. ഇത് സാധാരണ തിയററ്റിക്കലി പറയുമ്പോൾ ഇത്രയും നമ്മൾ ഓർമ്മിച്ച് വെക്കണ്ടു. ഇതിന് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എ, അല്ലെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ. ഈ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ആ ലിമിറ്റിനെയാണ് ഞാൻ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്നുള്ള വാല്യൂവിലേക്കായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മൂന്നും ഈക്വൽ ആയാൽ മാത്രമേ ഒരു പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് നമ്മൾ പറയുള്ളൂ. ഇനി നമുക്ക് ഗ്രാഫിക്കലി ഈ കൺസെപ്റ്റിനെ ഒന്നുകൂടി ഉറപ്പിക്കാം. ഒരു ഗ്രാഫ് നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന y ഈക്വൽ ടു മോഡ് എക്സ് നമുക്ക് കൺസിഡർ ചെയ്യാം. y ഈക്വൽ ടു മോഡ് എക്സ്. അതിൻ്റെ ഗ്രാഫ് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. ആ മോഡ് എക്സിൻ്റെ ഡൊമെയിൻ എന്തായിരുന്നു? ആറാണ് ഡൊമെയിൻ അല്ലേ? ആ ഡൊമെയിനുള്ളൊരു പോയിൻ്റാണ് നമുക്കറിയാം 0. ഈ മോഡ് എക്സിനെ നമ്മൾ സ്പ്ലിറ്റഡ് ആയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അല്ലേ? ഡിഫൈൻ ചെയ്തിട്ടുണ്ട് നേരത്തെ. എങ്ങനെയാണ് സ്പ്ലിറ്റഡ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ഒരു ബ്രാക്കറ്റ് കൊടുത്താൽ നമുക്ക് കുറച്ചുകൂടി ഇതായിട്ട് എഴുതാം. അതായത് നെഗറ്റീവ് എക്സ് ആയിരിക്കും എപ്പോഴും. എക്സ് നെഗറ്റീവ് ആകുമ്പം മോഡ് എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് ഓഫ് എക്സ് ആയിരിക്കും. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ മോഡ് എക്സിൻ്റെ വാല്യൂ എന്ത് തന്നെയായിരിക്കും? എക്സ് തന്നെയായിരിക്കും. അപ്പം മോഡ് എക്സിൻ്റെ ഡെഫിനിഷൻ നമുക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് പറയാം. ഇനി അതിൻ്റെ ഗ്രാഫ് കൂടെ നോക്കാം നമുക്ക്. മോഡ് എക്സിൻ്റെ ഗ്രാഫ് ഞാനിവിടെ റഫായിട്ട് വരക്കാം. നമ്മൾ എക്സ് എക്സും വൈ എക്സും വരച്ചാൽ വി ഷേപ്പിലുള്ളൊരു ഗ്രാഫായിട്ടാണ് മോഡ് എക്സിനെ നമ്മൾ വരക്കാം, വി ഷേപ്പിൽ. അപ്പോൾ ഇതിനകത്ത് 0 എന്ന് പറയുന്ന ഒറിജിനിൽ ആ ഗ്രാഫ് ടച്ച് ചെയ്ത് അങ്ങോട്ടേക്ക് മാറുന്നുണ്ട്. അപ്പോൾ 0യിലാണ് ഈ ഡെഫിനിഷൻ ഒന്ന് നോക്കിയേ. 0യിലാണ് ഫങ്ഷൻ ടേൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 0 എന്ന് പറയുന്ന പോയിന്റിലുള്ള എക്സ് ഈക്വൽ ടു 0യിലുള്ള കണ്ടിന്യൂറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മളിപ്പോൾ പറഞ്ഞ കൺസെപ്റ്റ് പ്രകാരം എക്സ് ഈക്വൽ ടു 0യിലുള്ള കണ്ടിന്യൂറ്റി. അപ്പോൾ ഇവിടെ എക്സിൽ ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ സ്പ്ലിറ്റഡ് ആണ് അല്ലേ? എക്സിൻ്റെ 0ൻ്റെ ലെഫ്റ്റ് സൈഡിൽ മറ്റൊരു ഡെഫിനിഷനാണ്, റൈറ്റ് സൈഡിൽ മറ്റൊരു ഡെഫിനിഷൻ. അപ്പോൾ നമ്മൾ 0യിലുള്ള ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആദ്യം കണ്ടുപിടിക്കുന്നു. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അറ്റ് എക്സ് ഈക്വൽ ടു 0. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു, നമ്മൾ എഴുതുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എഴുതുമ്പോൾ 0 മൈനസ് എന്ന് എഴുതും അല്ലേ? 0ൻ്റെ ലെഫ്റ്റിലായതുകൊണ്ട് 0യേക്കാളും ചെറുതെന്ന് കാണിക്കാൻ 0 മൈനസ് എന്നാണ് നമ്മൾ എഴുതുക. ഫംഗ്ഷൻ ഏതെടുക്കണോ? എക്സ് 0യേക്കാളും ചെറുതായിട്ടുള്ള നേരത്ത് നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? നെഗറ്റീവ് എക്സ് ആണ്. അപ്പോൾ നെഗറ്റീവ് എക്സ് എന്ന് കൊടുക്കുക. ഇനി നമുക്കതിനെ ഒന്നുകൂടി മാറ്റി എഴുതാം. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എന്ന് എഴുതാം, നെഗറ്റീവ് എക്സ് എന്ന് എഴുതാം. 0 നെഗറ്റീവ് 0 മൈനസ് 0 എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 0 നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നെഗറ്റീവ് 0 അല്ലേ? അതായത് 0 പോളിനോമിയൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണ് വാല്യൂ കൊടുക്കുക. ഫംഗ്ഷൻ്റെ വാല്യൂ എന്തായി? അപ്പോൾ ലിമിറ്റിൻ്റെ വാല്യൂ 0 ആണ്. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഒന്ന് നോക്കാം. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഇങ്ങനെ എഴുതാം. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് അടുത്തൊരു പേജിലേക്ക് എഴുതാം. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു, അങ്ങനെ എഴുതലത് 0 പ്ലസ് എഫ് ഓഫ് എക്സ് അല്ലേ? എക്സ്റ്റെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. അതിനെ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0. എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? റൈറ്റിൽ 0ൻ്റെ വലതുഭാഗത്ത് എന്തായിരുന്നു? എക്സ് ആണ് അല്ലേ? ഇനി ഡയറക്റ്റ് കൊടുക്കുക. പോളിനോമിയലാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് വാല്യൂ കൊടുക്കാം. വാല്യൂ എന്തായിരിക്കും വരിക? എക്സിന് 0 കൊടുത്താൽ 0. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും നമുക്ക് എന്ത് കിട്ടി? 0 കിട്ടി. രണ്ട് ഈക്വൽ ആണെന്നല്ലോ. അപ്പോൾ എന്തായിരിക്കും? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും 0 എന്ന് കിട്ടി. ഇനി എഫ് ഓഫ് 0 കണ്ടുപിടിക്കണം. എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ മോഡ് 0 അല്ലേ? ദാറ്റ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 0. അപ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. എഫ് ഓഫ് എ 0 ആണ്.
ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 0 ആണ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉടനെ എഴുതാം LHL ഈക്വൽ ടു RHL ഈക്വൽ ടു എഫ് ഓഫ് 0. അപ്പോൾ എന്ത് പറയാം? ദെർഫോർ ദി ഫങ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് എന്തായിരിക്കും? ഈസ് കണ്ടിന്യൂവസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. അപ്പം ഇങ്ങനെയാണ് ഒരു പോയിന്റിലുള്ള കണ്ടിന്യൂറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ സ്പ്ലിറ്റഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു. ഇനി നമുക്കൊരു സ്പ്ലിറ്റഡ് അല്ലാത്തൊരു ഫംഗ്ഷൻ, നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള മറ്റൊരു ഫംഗ്ഷൻ നോക്കാം. സ്പ്ലിറ്റഡ് അല്ലാത്തൊരു ഫംഗ്ഷൻ ഞാൻ എടുക്കുന്നു. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം വരച്ചിട്ടുള്ള ഫംഗ്ഷനാണ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ അല്ലേ? y ഈക്വൽ ടു എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് ഓർമ്മയുണ്ടല്ലോ. ഇതിൻ്റെ ഡൊമൈൻ എന്താണ്? ഡൊമൈൻ 6 ആണ് അല്ലേ? 6 ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് ഒന്ന് നോക്കാം. ഇതിൻ്റെ ഗ്രാഫ് നേരത്തെ പോലെ വി ഷേപ്പിലല്ല, ഇങ്ങനെ ഓവൽ ഷേപ്പിൽ 0-ലൂടെ പോകുന്ന ഗ്രാഫാണ്. ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഇതാണ് നമ്മുടെ y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ള ഗ്രാഫ്. ഇത് റഫ് ഫിഗറാണ്, കറക്റ്റായിട്ട് പോയിൻ്റ് എടുത്ത് വരക്കാത്തതുകൊണ്ട് ആകൃതിയിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. അപ്പോൾ 0 എന്ന് പറയുന്ന പോയിൻ്റ് ഇവിടെ ഉണ്ടല്ലോ. ഇനി ഇതിൽ നമ്മൾ 0-ലുള്ള കണ്ടിന്യൂറ്റി നോക്കുവാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും നോക്കണം, വേണ്ടല്ലോ. നമ്മൾ ഡയറക്റ്റ് ലിമിറ്റ് നോക്കിയാൽ മതിയല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്താൽ മതി? 0-ലുള്ള ലിമിറ്റ് നമുക്ക് നോക്കണം. അറ്റ് എക്സ് ഈക്വൽ ടു 0-ൽ ഇത് കണ്ടിന്യൂസ് ആണോ എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ആണ് നമ്മളെ പോയിൻ്റ്. എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ കണ്ടുപിടിക്കണം. നമുക്കറിയാം പോളിനോമിയലിൽ നമ്മൾ ലിമിറ്റ് കാണുമ്പോൾ ഡയറക്റ്റ് കൊടുത്താൽ മതി. അപ്പോൾ 0 സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി എഫ് ഓഫ് 0 എന്തായിരിക്കും കിട്ടുക? നമ്മുടെ എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ y അല്ലേ? എഫ് ഓഫ് എക്സ് എക്സ് സ്ക്വയർ. അപ്പോൾ എഫ് ഓഫ് 0 എന്തായിരിക്കും? 0 സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു 0. ഈ 0 എന്ന് പറയുന്ന പോയിന്റിലുള്ള പ്രത്യേകത എന്താ? ഫംഗ്ഷൻ കണ്ടിന്യൂസ്. ഈ കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ നമുക്കവിടെ ഒരു കാര്യം കൂടി മനസ്സിലാവും. ഈ കണ്ടിന്യൂസ് ആവുന്ന ഫംഗ്ഷൻ ബ്രേക്കില്ലാണ്ട് പോകുന്ന ഗ്രാഫായിരിക്കും. നമ്മളിപ്പം മോഡെക്സിൻ്റെ ഗ്രാഫ് എടുത്ത് നോക്കിയട്ടെ. മോഡെക്സിൻ്റെ ഗ്രാഫ് നമ്മളിവിടെ പഠിച്ച് നോക്കിയതാ. എവിടെയും ബ്രേക്ക് ആവുന്നില്ലല്ലോ. 0-ൽ ബ്രേക്ക് ആവുന്നുണ്ടോ? ഇല്ല. ഗ്രാഫ് കണ്ടാൽ നമുക്ക് ഉടനെ പറയാൻ പറ്റുമോ ഇത് കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന്. അതായത് ആ പോയിന്റ് നമ്മുടെ ഡൊമൈനിലാണോ എന്ന് ആദ്യം നോക്കണം. ഡൊമൈനിലുള്ള പോയിന്റിൽ എവിടെയെങ്കിലും ഗ്രാഫ് ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ ആ പോയിന്റിൽ എന്തായിരിക്കില്ല? കണ്ടിന്യൂസ് ആയിരിക്കില്ല. ബ്രേക്ക് ആവാണ്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിളും കൂടി, നമ്മൾ പഠിച്ച മറ്റൊരു എക്സാമ്പിളും കൂടി നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ച മറ്റൊരു എക്സാമ്പിളാണ് സിഗ്നം ഫംഗ്ഷൻ അല്ലേ? സിഗ്നം ഫംഗ്ഷനെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഓർമ്മയുണ്ടോ? എങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സിഗ്നം ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത ഒരു വളരെ വിചിത്രമായ ഡെഫിനിഷനാണ്. സ്പ്ലിറ്റഡ് ആണല്ലേ, 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത ഒരു ഡെഫിനിഷനാണ്. അപ്പം -1 കിട്ടുന്നുണ്ട് എപ്പോഴ്? എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ. 0 കിട്ടുന്നുണ്ട് വെൻ എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ. പിന്നെ 1 കിട്ടും വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 0. ഇതാണ് നമ്മുടെ സിഗ്നം ഫംഗ്ഷൻ. ഈ സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഓർമ്മയുണ്ടോ? നമ്മൾ എക്സ് ആക്സും വൈ ആക്സും വരക്കുമ്പോൾ സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്തായിരുന്നു? 1 മേലെ 1 പോസിറ്റീവ് 1ഉം താഴെ നെഗറ്റീവ് 1ഉം നമ്മൾ മാർക്ക് ചെയ്യണം. ഈ പോസിറ്റീവ് 1ൽ നമ്മൾ പോസിറ്റീവ് 1 ഇവിടെയാണ് അല്ലേ? നെഗറ്റീവ് 1 ഇവിടെയാണ്. അപ്പോൾ പോസിറ്റീവ് 1ൽ ഗ്രാഫ് വലതുവശത്തേക്ക് ഇങ്ങനെ പോകും. പക്ഷെ പോസിറ്റീവ് 1ൽ എന്താ കാണിക്കുക? ഒരു റൗണ്ട് കാണിക്കും അല്ലേ? നെഗറ്റീവ് 1ൽ നിന്ന് ഇടതുവശത്തേക്ക് ഗ്രാഫ് ഇങ്ങനെ പോകും. അവിടെ നമ്മളൊരു പോയിന്റ്, എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ മാർക്ക് ചെയ്യുന്നത് നമ്മൾ? അതായത് നമ്മുടെ 0 ഇവിടെ ഒറിജിനായിട്ടുണ്ട്. 0 ഇവിടെയുണ്ട്. 0 അവിടെയുണ്ട്, നമ്മുടെ ഒറിജിൻ അവിടെയുണ്ട്. +1 എന്ന് പറയുന്നത് എക്സ് പോസിറ്റീവ് ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എപ്പോഴും 1 ആണ്. അപ്പോൾ 1 1 1 എന്നുള്ള പോയിന്റ് ചേർത്ത് വരച്ചാൽ നമുക്ക് വലതു ഭാഗത്തേക്ക് ഒരു ലൈൻ കിട്ടും അല്ലേ? പിന്നെ എക്സ് നെഗറ്റീവ് ആവുന്ന സമയത്തോ എക്സ് ആക്സ് ഇവിടെയാണ്, ഇത് എക്സ് ആക്സ് ആണ് അല്ലേ? എക്സ് ആക്സ് 0-ന് ലെഫ്റ്റ് സൈഡിലൊന്ന് നോക്കിയാട്ടെ, ഏത് ഭാഗത്തേക്കാണ് നെഗറ്റീവ്? 0-ന് ലെഫ്റ്റിൽ. അപ്പോൾ 0-ൽ നിന്ന് ലെഫ്റ്റിലേക്കുള്ള നെഗറ്റീവ് വാല്യൂ വരുമ്പോൾ എപ്പോഴും ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്?
-1 ആണ്. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരക്കുമ്പോൾ -1 എന്നുള്ള പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈന് വരും അല്ലേ. പക്ഷേ -1 എന്തായിരിക്കും, -1 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് സീറോൻ്റെ ഇമേജ് ആയിട്ട് വരുന്നില്ലല്ലോ. അപ്പോൾ സീറോൻ്റെ നേരെയുള്ള ആ -1 എന്നുള്ള പോയിന്റിന് നമ്മളൊരു റൗണ്ട് ഇടണം, കാരണം ആ പോയിന്റ് ഫംഗ്ഷൻ്റെ അകത്ത് ഇല്ല. അതേപോലെ സീറോൻ്റെ ഇമേജ് 1 ആവുന്നില്ല, അതുകൊണ്ട് 1ൻ്റെ നേരെ സീറോൻ്റെ നേരെയുള്ള ആ 1ന് നമ്മളൊരു റൗണ്ട് ഇടണം. ഇനി ഈ ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി നമുക്ക് ചെക്ക് ചെയ്യാം. അതായത് സീറോ അല്ലാത്ത ഏതൊരു പോയിന്റിൽ ഇത് കണ്ടിന്യൂസ് ആയിരിക്കും. എന്തുകൊണ്ട്? അതായത് സീറോ അല്ലാത്തൊരു പോയിന്റ് നമ്മൾ എടുക്കുന്നു വിചാരിക്കുക. ഇപ്പോൾ 1ഓ 2ഓ എടുക്കുന്നെങ്കിൽ എപ്പോഴും ഫംഗ്ഷൻ്റെ വാല്യൂ എന്ത് തന്നെയായിരിക്കും, അതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലും തൊട്ട് റൈറ്റ് സൈഡിലും, അതായത് സീറോ എന്ന് പറയുന്ന x=0 എന്ന് പറയുന്ന പോയിന്റിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ആ വാല്യൂ നമുക്ക് ഏകദേശം മാർക്ക് ചെയ്യാം -0.00001 എന്ന് പറയാം അല്ലേ. അത്രയും അടുത്തുള്ളൊരു പോയിന്റ് നമ്മളതിന് നെയ്ബർഹുഡ് എന്ന് പറയാം. അപ്പോൾ ആ നെയ്ബർഹുഡിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ, തൊട്ട് ലെഫ്റ്റിലുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ തീർച്ചയായിട്ടും ഏതായിരിക്കും, അത് നെഗറ്റീവ് ആയിരിക്കൂലേ ആ വാല്യൂ. അപ്പോൾ അതിൻ്റെ ഇമേജ് എന്തായിരിക്കും, -1 ആയിരിക്കും. അതുപോലെ സീറോൻ്റെ തൊട്ട് റൈറ്റിലുള്ള നമ്പറിൻ്റെ വാല്യൂ എന്തായിരിക്കും, ഫംഗ്ഷൻ വാല്യൂ. തൊട്ട് റൈറ്റിലുള്ള നമ്പറിൻ്റെയും ഫംഗ്ഷൻ്റെ വാല്യൂ അത് പോസിറ്റീവ് ആയിരിക്കും ആ വാല്യൂ അല്ലേ, 1 ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ് വാല്യൂസിനെല്ലാം 1 അല്ലേ ഇമേജ്. അപ്പോൾ സീറോൻ്റെ ലെഫ്റ്റിലുള്ള ഏതൊരു പോയിൻറ്റിൻ്റെയും ഇമേജ് -1ഉം റൈറ്റിലുള്ള ഏതൊരു പോയിൻറ്റിൻ്റെ ഇമേജ് +1ഉം ആയിരിക്കും. നേരെ മറിച്ച് മറ്റേതെങ്കിലും ഒരു പോയിൻ്റ്, ഇപ്പം ഞാനൊരു 1ഓ 2ഓ എടുക്കുന്നു വിചാരിക്കുക. 1ഓ 2ഓ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 1 ഞാൻ 2 എടുക്കുന്നു വിചാരിക്കുക. 2ൻ്റെ തൊട്ട് ലെഫ്റ്റിലുള്ള വാല്യൂ പോസിറ്റീവ് തന്നെ ആയിരിക്കുമല്ലോ, അതിൻ്റെ ഇമേജ് എന്തായിരിക്കും, 1. 2ൻ്റെ തൊട്ട് റൈറ്റിലുള്ള നമ്പറിൻ്റെ ഇമേജ് എന്തായിരിക്കും, അതും പോസിറ്റീവ് നമ്പറാണ്, അതിൻ്റെ ഇമേജും എന്തായിരിക്കും, 1 ആണ്. അപ്പോൾ 2ലുള്ള ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും 1 തന്നെയായിരിക്കും. 2ലും എന്ത് തന്നെയായിരിക്കും, 1 തന്നെയായിരിക്കും ഇമേജ്. അപ്പോൾ f(2)ഉം 1 തന്നെയായിരിക്കും. അപ്പോൾ 2ലും ആ ഫംഗ്ഷൻ എന്തായിരിക്കും, കണ്ടിന്യൂസ്. അപ്പോൾ അതായത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫംഗ്ഷൻ സ്പ്ലിറ്റാകുന്നിടത്ത് മാത്രമേ നമ്മൾ എന്ത് നോക്കണ്ടൂ, കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കണ്ടൂ. അവിടെയേ സാധ്യതയുള്ളൂ കണ്ടിന്യൂറ്റി അല്ലാതിരിക്കാനുള്ള സാധ്യത. ഇപ്പോൾ ഗ്രാഫിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് ത്രൂ ഔട്ട് ആ പോയിന്റിലൂടെ കടന്നു പോകുന്ന ലൈൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. ത്രൂ ഔട്ട് പോകുന്നില്ല എങ്കിലോ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കില്ല. അതുകൊണ്ട് നമ്മളിവിടെ 0-ലാണ് ചെക്ക് ചെയ്യുന്നത്, കാരണം 0-ലാണ് ഒരു ടേൺ സംഭവിക്കുന്നത് അല്ലേ. ഇവിടെ നോക്കിയട്ടെ, ഗ്രാഫിൻ്റെ ഒരു രീതി നോക്കുക. 0 എന്ന് പറയുന്ന പോയിന്റിൻ്റെ അടുത്ത് നിന്നാണ് ഒന്ന് വലത്തോട്ടും ഒന്ന് ഇടത്തോട്ടും പോകും അല്ലേ. അപ്പോൾ നമ്മൾ x=0ൽ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുമ്പോൾ ആദ്യം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കണം അല്ലേ. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ ലിമിറ്റ് x→0 മൈനസ് f(x), അതായത് ലിമിറ്റ് x→0 f(x) ഏതാ എടുക്കുക, 0-യേക്കാൾ താഴെ എന്ന് പറയുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ നോക്ക്, -1. ഏതൊരു നമ്പറിൻ്റെയും ലിമിറ്റ്, ഏതൊരു കോൺസ്റ്റൻറ്റിൻ്റെയും ലിമിറ്റ് എക്സ് ഏതിലേക്ക് പോയാലും ആ വാല്യൂ എന്ത് തന്നെയായിരിക്കും, -1 ആയിരിക്കും. അത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച കാര്യമാണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണ്, -1 ആണ്. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കാം ഇതിൻ്റെ, അതായത് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കണം അല്ലേ നമുക്ക്. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അപ്പോൾ RHL = ലിമിറ്റ് x→0 പ്ലസ് അല്ലേ. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എഴുതുമ്പോൾ പ്ലസ് എന്നല്ല എഴുതുക, f(x) ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x→0. ഫംഗ്ഷൻ ഏതെടുക്കണം, സീറോൻ്റെ വലതുഭാഗത്തുള്ള നമ്പറിലൊക്കെ ഫംഗ്ഷൻ്റെ ഇമേജ് എന്താണ്, ഫംഗ്ഷനിൽ എക്സിൻ്റെ ഇമേജ് +1. അപ്പോൾ 1 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ ലിമിറ്റ് 1 തന്നെ ആയിരിക്കും എപ്പോഴും. അപ്പോൾ 1 കിട്ടി. നമുക്കിവിടെ കിട്ടിയത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്താ കിട്ടിയത്, -1. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് 1 കിട്ടി. ഇനി f(0) അല്ലേ നമ്മൾ നോക്കുന്നത്, f(0) എന്തായിരിക്കും, f(0) എന്തായിരിക്കും. നമ്മളെ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനിലേക്ക് ഒന്ന് പോകാം. ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ നോക്കുക. f(0) എന്ന് പറഞ്ഞാൽ x0 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ, അതിവിടെ ഡെഫിനിഷനിൽ നോക്കിയാൽ നമുക്ക് കിട്ടും അല്ലേ. x=0 ആകുമ്പോൾ ഇതാ ഇവിടെ നോക്കിയാൽ കിട്ടും. x=0 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ്,
ഇതെന്താണ്? 0 ആണല്ലേ. അപ്പോൾ നമുക്ക് 0 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് അതിനെ 0 എന്ന് എഴുതാം. Therefore f of 0 is equal to 0. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്താ കിട്ടിയത്? -1. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്താ കിട്ടിയത്? +1. രണ്ടും ഈക്വൽ ആയിട്ടില്ലല്ലോ. പിന്നെ f of 0 എന്ത് കിട്ടി? 3 ഡിഫറെൻ്റ് ആണല്ലേ. 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസാണ് കിട്ടിയത്. അപ്പോൾ ഈ ഫംഗ്ഷനെ പറ്റി നമുക്ക് എന്ത് പറയാം? Therefore സിഗ്നം ഫംഗ്ഷനെ പറ്റി എന്ത് പറയാം? f of x എന്തായിരിക്കും? നോട്ട് കണ്ടിന്യൂസ്. നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. 0യിൽ കണ്ടിന്യൂസ് അല്ല. അപ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല എന്നർത്ഥം. ഇങ്ങനെയാണ് കണ്ടിന്യൂസ് അല്ലാത്ത ഫംഗ്ഷൻ വരിക. നമ്മൾ f of x ഈക്വൽ ടു x² ഗ്രാഫ് തന്നെ നോക്കിയാൽ നമുക്കറിയാം എല്ലാ പോയിന്റിലും ത്രൂ ഔട്ട് പാസ് ചെയ്ത് പോകുന്ന ഗ്രാഫാണ്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിരിക്കും. മോഡ് എക്സിനകത്തും അങ്ങനെ തന്നെയാണ്. എല്ലാ പോയിന്റിലും ഇങ്ങനെ ത്രൂ ഔട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ 0യിൽ സ്പ്ലിറ്റഡ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ടെങ്കിലും 0ൻ്റെ ലെഫ്റ്റും റൈറ്റും ഒക്കെ ലിമിറ്റ് എടുത്താൽ അതേ നമ്പറാണ് കിട്ടുക, 0 തന്നെ. Therefore the function is continuous at x equal to 0. ഇനി ഈ ഒരു ഫംഗ്ഷൻ്റെ പ്രത്യേകതയിൽ 0ൻ്റെ ലെഫ്റ്റിലൊരു ലിമിറ്റ് കിട്ടുന്നു, റൈറ്റിൽ മറ്റൊരു ലിമിറ്റ് കിട്ടുന്നു, ആ പോയിന്റിലുള്ള വാല്യൂ വേറൊരു വാല്യൂ കിട്ടുന്നു, 0 കിട്ടുന്നു. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ എന്താണെന്ന് പറയും? ആ പോയിന്റിൽ കണ്ടിന്യൂസ് അല്ല എന്ന് പറയും. ഇനി ആ 0 അല്ലാത്തൊരു പോയിന്റ് എടുത്താൽ ചിലപ്പോൾ ഈ ഫംഗ്ഷൻ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. കാരണം അതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഒരേ നമ്പറിൽ ലിമിറ്റ് കിട്ടുന്നുണ്ടാവും. ആ ഫംഗ്ഷൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. അപ്പോൾ ത്രൂ ഔട്ട് അതിൽ കൂടി കടന്നു പോകും. ഗ്രാഫ് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. തിയററ്റിക്കലി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലിമിറ്റ് കണ്ടിട്ട് വേണം തീരുമാനിക്കാൻ. ഇനി മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം.